ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ബേക്കിൽ നടന്നു എന്നാണ് സിഎം വലിയുള്ള അത് പൊരുത്തപ്പെടുമോ? ഏറ്റവും വലിയ അദബുകേടാണ് മഹാന്മാരെ നിന്ദിക്കാൻ മറ്റുള്ളവർക്ക് അവസരം കൊടുക്കുന്ന പ്രസംഗങ്ങൾ. ഇപ്പം ഷെയ്ഖിൻ്റെ മാല ഓതാൻ പറ്റുമോ? മുദീഷിഖിൻ്റെ മൗലൂദ് ഓതാൻ പറ്റുമോ? അതുപോലെ കുത്തുബിയത്ത് ഓതാൻ പറ്റുമോ? എന്തെല്ലാമാണ് അതിലുള്ളത്? ഇതിൻ്റെ മുരീദാരും നരകത്തിലേക്ക് അതും മലക്ക് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ എങ്ങനെ പറഞ്ഞു? സുബുക്കി ഇമാം പണ്ടേത് വിശദമായി വിശദീകരിച്ചിട്ടുണ്ട്. അവർ കണ്ടിട്ടില്ലായിരുന്നു. ഇത് മുജാസ്താൻ കാണിച്ചു കൊടുത്തു, അല്ലെങ്കിൽ ഇമാമിങ്ങളുടെ ഉദ്ധരണികൾ ഉദ്ധരിച്ചു കൊടുത്തപ്പോൾ അവർ കണ്ടതാണ്. അപ്പോൾ അദ്ദേഹം യൂട്ടൺ അടിക്കണത് അത് തിരുത്താണെന്ന് പറയാതെ തിരുത്തി അവരെന്ത് ചെയ്തു? മുദബ്ബിറുൽ ആലം എന്ന് പറയാൻ പാടില്ല, അല്ലെങ്കിൽ CM മടവിനെക്കുറിച്ച് ലോകം മുഴുവൻ നിയന്ത്രിക്കുക എന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് അവർ ധാരാളം കാര്യങ്ങൾ തിരുത്തിയ കൂട്ടത്തിൽ അവിടെ വളരെ പ്രധാനപ്പെട്ട വിശ്വാസപരമായിരുന്ന അടിസ്ഥാനമായിരുന്നൊരു കാര്യത്തെ ഇവരെന്ത് ചെയ്യുന്നത് ഈ അവസരത്തിൽ തിരുത്തുകയാണ് ചെയ്യണം. അതാണ് ഈ സംഭവത്തിലൂടെ നമ്മൾ കാണുന്നൊരു കാര്യം. നമ്മുടെ നാട്ടിൽ ജീവിച്ച് മരിച്ചുപോയ ഒരു വ്യക്തിയാണ് CM മടവൂർ എന്നുള്ളത്. അദ്ദേഹത്തെ പലതരത്തിലും ഒരു ആലിമാക്കി അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ വരെ എത്തിക്കുന്ന സംഭവം നമുക്ക് കാണാൻ സാധിക്കും. പല കഥകളാണ് അദ്ദേഹത്തെക്കുറിച്ച് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത് ഒരു പ്രചരിച്ചൊരു അദ്ദേഹത്തെക്കുറിച്ചൊരു കറാമത്ത് കഥ കേട്ടുവരാം. അങ്ങനെ അവിടെ ഞാൻ 10 മണി കഴിഞ്ഞ് അങ്ങനെ പോവുകയാണ്, മടവൂർക്ക് പോവുകയാണ്. ഈ പുല്ലാളൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് മച്ചക്കുളം എന്ന് പറഞ്ഞ മച്ചക്കുളമാണ് ദർശൻ്റെ പേര്, മടവൂരിന് തൊട്ട്. അപ്പോൾ മടവൂർക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ഞാനും കൂടെ ഉണ്ട്. അപ്പോൾ മൂപ്പര് യാ ജിബ്രീൽ തഖദ്ദം തഖദ്ദം മുമ്പിൽ നടക്കുകയും ജിബ്രീലിനോട് അതിൽ മടവൂര് അന്തത്തക്കദ്ദം മൂപ്പര് പിന്മാറി, മടവൂരിന് പിന്മാറി. അന്തത്തക്കദ്ദം നീയന്നെ നടക്കണം മുമ്പിൽ ജിബ്രീലിനോട്. ഞാൻ കൂടെ ഉണ്ട്. ഡയറക്റ്റ് കേട്ട സംഭവം അനുഭവിച്ചതാ. മടവൂർ വായിന്ന് കേട്ടതേ. യാ ജിബ്രീൽ തഖദ്ദം എന്നാണ് ആദ്യം. പിന്നെ മൂപ്പര് കുറച്ചാണ് മൂപ്പര് പിന്മാറി പറഞ്ഞു അന്തത്തക്കദ്ദം ജിബ്രീലിനോട്. അതിലൊക്കെ നമ്മളെ അനുഭവസ്ഥരാണ്. അപ്പോൾ ജിബ്രീലിനോട് അന്തത്തക്കദ്ദം നീ മുന്നിട്ട് ഇറങ്ങാന്നാണ്. അങ്ങനെ ഒട്ടനേകം കറാമത്ത് കഥകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സുന്നികൾക്ക് തന്നെ പേരോട് ഉസ്താദ് അടക്കമുള്ള ആളുകൾക്ക് ഇതിനെ എതിർക്കേണ്ടി വന്നു. അതും കൂടി നമുക്ക് കണ്ടുവരാം. സുഹൃത്തുക്കളെ, ഔലിയാക്കളെ കറാമത്ത് പറയുമ്പോൾ കുളൂസ് പറയരുത്, തെളിവുള്ളതേ പറയാവൂ, അല്ലാതെ എന്തെങ്കിലും വിളിച്ച് പറയരുത്. സുബ്ഹാനല്ലാഹ്, ഞാൻ ഈ അടുത്തൊരു പ്രസംഗം കേട്ടു. അതിലൊരു ചങ്ങാതി പറയുന്നത് എന്താണ്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ബേക്കിൽ നടന്നു എന്നാണ് CM വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറഹു. CM വലിയുള്ള അത് പൊരുത്തപ്പെടുമോ? ഏറ്റവും വലിയ അദബുകേടാണ് മഹാന്മാരെ നിന്ദിക്കാൻ മറ്റുള്ളവർക്ക് അവസരം കൊടുക്കുന്ന പ്രസംഗങ്ങൾ. ഓക്കെ, അപ്പോൾ കുറേ കഥകൾ ഇങ്ങനെ വരുന്നുണ്ട്. ചിലത് ഇങ്ങനെ കൈവിട്ട് പോയി എന്ന് തോന്നുമ്പോൾ ഒന്നൊരു പരിധി വെക്കണം എന്നൊക്കെ തോന്നണമുണ്ട്. അപ്പോൾ ശരിക്കും ഇങ്ങനെ കഥകൾ വരുന്നത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഈ സമസ്തയുടെ ഒരു അടിസ്ഥാന തത്വം എന്താ വെച്ചാൽ, അള്ളാഹു ഇത്തരം വലിയകൾക്ക് ഔലിയാക്കൾക്ക് കണക്കില്ലാതെ കഴിവുകൾ കൊടുക്കും. അപ്പോൾ അവർക്ക് എന്ത് കാര്യങ്ങളും ഇവിടെ അവർ കയ്യാൽ അല്ലെങ്കിൽ അവരുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ തന്നെ ഇവിടെ സംഭവിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ലൗഹിലേക്ക് നോക്കാം, അവിടെയുള്ള കാര്യങ്ങൾ തിരുത്താം. അതിന് അവർ അടിസ്ഥാനപരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ആയത്തിനെ ദുർവ്യാഖ്യാനിച്ചു അല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. ഒരു ഹിസാബ്, ഒരു കണക്കുമില്ലാതെ അവരെന്ത് ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം വലിയകൾക്ക് യഥേഷ്ടം കഴിവുകൾ കൊടുക്കും എന്നാണ് ഇവരുടെ ഒരു വിശ്വാസം. ഇപ്പോൾ ഈ ആയത്ത് പറഞ്ഞുകൊണ്ടാണ് സമസ്തക്കാർ എല്ലാ മാലകളെയും മൗലൂദുകളെയും ന്യായീകരിച്ചത്. ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കഥകളെയും പേരോട് ഉസ്താദ് അടക്കമുള്ള അല്ലെങ്കിൽ AP ഉസ്താദ് അടക്കമുള്ള ഈ ഒരു സമസ്തയിലും പണ്ഡിതന്മാർ ഈ ആയത്തോതി അതിനിപ്പോൾ എന്താ പ്രശ്നം, ഒരു കറാമത്ത് കഥ ഉണ്ടായാൽ അങ്ങനെ ഉണ്ടല്ലോ ഇങ്ങനെ ഉണ്ടല്ലോ എന്ന് അന്നത്തെ സലഫികൾ ചോദ്യം ചെയ്യും. നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ ചോദ്യം ചെയ്യുമ്പോൾ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആയത്ത് ഇതായിരുന്നു. അതേപോലെ തന്നെ അവരുടെ കണ്ണ് ഞാനായിത്തീരും, അവരുടെ കാത് ഞാനായിത്തീരും എന്ന ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിച്ച ഒരു ഹദീസിനെ ഇവർ ദുർവ്യാഖ്യാനിച്ച് ഇവർക്ക് എന്ത് കഴിവുണ്ടാകാം, എന്തുകൂടെ സംഭവിക്കാം എന്നിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇത് മുജാഹിദ് പ്രസ്ഥാനം ഇവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഗ്രാമങ്ങളിലേക്കും ഇവിടെ പട്ടണങ്ങളിലേക്കും ഓരോ വീട് വീടാന്തരം കയറിറങ്ങി മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രബോധനം ശക്തമായിക്കൊണ്ടേയിരുന്നപ്പോൾ ആളുകൾക്ക് മനസ്സിലായി അങ്ങനെ കൈവിട്ടിട്ട് എന്തെയില്ല ഇവിടെ കാര്യങ്ങൾ സംഭവിക്കല്ലേ ചെയ്യണം. അള്ളാഹുവിൻ്റെ കഴിവ് മറ്റൊരാളിൽ സംഭവിക്കൂല. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു കഴിവ് ഒരാൾക്ക് കൊടുക്കൂല. കറാമത്ത് മുഅ്ജിസത്ത് എന്താണ്, അതെങ്ങനെയാണ് സംഭവിക്കുക, അതവിടെ കഴിവല്ല, എന്താണ് സംഭവിക്കുന്നത്, എല്ലാം വിശദമായി മുജാഹിദ് പ്രസ്ഥാനം നിരന്തരം പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്നപ്പോൾ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഥകൾക്കൊരു
ഒരു പരിധി വേണം എന്ന് സാധാരണക്കാർ മനസ്സിലാക്കി അവർ മുജാഹിദ് സ്ഥാനത്തിലേക്ക് വരുന്നു. അവർ ആളുകൾക്ക് തിരിച്ചറിഞ്ഞു. അവിടെ പണ്ഡിതന്മാരും കുറേ ആളുകൾക്ക് ഇത് മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനൊരു ഘട്ടത്തിൽ അവർക്ക് അവിടെ അടിസ്ഥാനപരമായ തത്വങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഇവിടെ പേരോടുസ്തായി പ്രസംഗിക്കുന്നതിലൂടെ അവർ വളരെ കൊല്ലങ്ങളോളം അല്ലെങ്കിൽ കാലങ്ങളോളം പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാന കാര്യമാണ് അദ്ദേഹം ഈ പ്രസംഗത്തിലൂടെ എതിർക്കുന്നത്. അവരെന്തെല്ലാം പ്രസംഗിച്ചിരുന്നു. ഇപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ പോയിരുന്നപ്പോൾ പ്രവാചകൻ്റെ ഖബറിൻ്റെ ഉള്ളിൽ, അവർ റൗള എന്നാണല്ലോ പറയാം, ആ റൗളൻ്റെ ഉള്ളിൽ, അവരുടെ ഭാഷയിൽ റൗളൻ്റെ ഉള്ളിൽ ഹുനാക്ക് ഷെയ്ഖ് അബൂബക്കർ എ പി അബൂബക്കർ മുസ്ലിയാർ അതിനുള്ളിൽ ഉണ്ടായിരുന്നു എന്ന് പ്രസംഗിച്ച് നടന്നിരുന്നതാണ്. അപ്പോൾ അതിനൊക്കെ ന്യായം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ റിഫായിൻ ഷെയ്ഖ് കഅബാലയം ചുറ്റാൻ പോയ സമയത്ത് കഅബ ചുറ്റാൻ കഴിയാതെ വന്നു, കഅബ റിഫായിൻ ഷെയ്ഖിന് ഇങ്ങോട്ട് ചുറ്റി എന്ന് പ്രസംഗിച്ച ആളുകളാണ് ഇവർ. CM മടവൂർ നടന്നു പോകുമ്പോൾ പാമ്പ് കുത്തി, അങ്ങനെ പാമ്പിന് എന്താ പറയുക സങ്കടം തോന്നി ആത്മഹത്യ ചെയ്തു എന്നാണ് ഇവർ കാലത്ത് പ്രസംഗിച്ചത്. ഇങ്ങനെ നട്ടാൽ മുളക്കാത്ത കഥകൾ നിരന്തരം പ്രസംഗിക്കും. ഈ ആയത്തോതി അല്ലാഹു യർസുക്കും യശാഉ ബിഗൈരി ഹിസാബ്, അള്ളാഹു കണക്കില്ലാതെ കൊടുക്കും, ഒരു പരിധിയില്ലാതെ കൊടുക്കും എന്ന് പ്രസംഗിച്ചിരുന്ന ആളുകൾ ഈ പറഞ്ഞതുപോലെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രബോധനത്തിന് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു. അവർക്ക് തിരിച്ചു പോരേണ്ടി വന്നു. അവരവസാനം എന്ത് ചെയ്തു? അതിനൊക്കെ പരിധിയുണ്ട്, അങ്ങനെ എല്ലാ കറാമത്തും ഉണ്ടാകൂല എന്നാണ് ഇപ്പോൾ പേരോൻ്റെ ഈ പ്രസംഗം. അതേപോലെ തന്നെ അദ്ദേഹം നടത്തിയ മറിയം ബീവിക്ക് എന്ത് ചെയ്തു? വിവാഹത്തിലൂടെ അല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല മറിയം ബീവി കുട്ടിനെ കൊടുത്തു. അങ്ങനെ ഇന്നൊരു പെണ്ണ് വന്നിട്ട് എനിക്ക് വിവാഹത്തിലൂടെ അല്ലാതെ ഒരു കുട്ടിയെ കിട്ടിയിട്ടുണ്ട് എന്നൊരു വലിയത്ത് ഒന്ന് പെണ്ണ് പറയുകയാണെങ്കിൽ അങ്ങനെ സംഭവിക്കൂല, അങ്ങനെ ഉണ്ടാകൂല, ഇതാർക്ക് എപ്പോൾ എങ്ങനെ ഉണ്ടാകും എന്നൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞൊരു പരിധി നിശ്ചയിക്കുന്ന വേറൊരു പ്രസംഗം അദ്ദേഹത്തിനുണ്ട്. ആ ഭാഗം കൂടെ ഒന്ന് കേട്ടിട്ട് നമുക്കിതിൻ്റെ ബാക്കി വിശദീകരിക്കാം. അവിടെയും തെറ്റിദ്ധാരണ പറ്റൂല. അത് ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു വിവരിക്കുന്നുണ്ട്. മറിയം ബീവിയുടെ കറാമത്താണല്ലോ, ഭർത്താവില്ലാതെ കുട്ടി ജനിച്ചില്ലേ. ഇനി നമ്മളെ നാട്ടിലൊരു ബീവി എന്നും പറഞ്ഞൊരു പെണ്ണ് വന്നിട്ട് കുറച്ച് ദിവസം കഴിയുമ്പം ഭർത്താവില്ലാതെ ഒരു കുഞ്ഞിനെ കിട്ടിയിട്ട് അതെന്റെ കറാമത്താണെന്ന് പറഞ്ഞാൽ ആലിമീങ്ങൾ വിട്ടുതരൂല കേട്ടോ. അവിടെയൊക്കെ പരിധി പറയേണ്ടതിന് പരിധിയുണ്ട്. കറാമത്തും എവിടെയുണ്ടാകും, എന്തുണ്ടാകും, എങ്ങനെയുണ്ടാകും, ആർക്കുണ്ടാകും, അതിനൊക്കെ പരിധികളുണ്ട്. അത് ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു വളരെ വിശദമായി വിവരിക്കുന്നുണ്ട്. സുബ്കി ഇമാം പണ്ടേത് വിശദമായി വിശദീകരിച്ചിട്ടുണ്ട്. അവർ കണ്ടിട്ടില്ലായിരുന്നു. ഇത് മുജാഹിദ് കാണിച്ചു കൊടുത്തു, അല്ലെങ്കിൽ ഇമാമിങ്ങളുടെ ഉദ്ധരണികൾ ഉദ്ധരിച്ചു കൊടുത്തപ്പോൾ ഇവർ കണ്ടതാണ്. അപ്പോൾ അദ്ദേഹം യൂട്ടേൺ അടിക്കണത്. അങ്ങനെ ഇവർക്ക് തിരുത്തേണ്ടി വന്നു ആ വാദം. അങ്ങനെ എല്ലാ സമയത്തും എന്തുണ്ടാവും, ഇത് ആർക്കുണ്ടാകും, എപ്പോൾ ഉണ്ടാവും, എങ്ങനെ ഉണ്ടാകും എന്നൊക്കെ എന്ത് ചെയ്തു, അതിനൊക്കെ പരിധികളുണ്ട്, അങ്ങനെ കടന്നു പറഞ്ഞുകൂടാ എന്ന് സമസ്ത ഔദ്യോഗികമായി അത് തിരുത്താണെന്ന് പറയാതെ തിരുത്തി അവരെന്ത് ചെയ്തു? മുദബ്ബിറുൽ ആലം എന്ന് പറയാൻ പാടില്ല, അല്ലെങ്കിൽ CM മടവിനെക്കുറിച്ച് ലോകം മുഴുവൻ നിയന്ത്രിക്കുക എന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് അവർ ധാരാളം കാര്യങ്ങൾ തിരുത്തിയ കൂട്ടത്തിൽ അവിടെ വളരെ പ്രധാനപ്പെട്ട വിശ്വാസപരമായിരുന്ന അടിസ്ഥാനമായിരുന്നൊരു കാര്യത്തെ ഇവരെന്ത് ചെയ്യുന്നത് ഈ അവസരത്തിൽ തിരുത്തുകയാണ് ചെയ്യണം. അതാണ് ഈ സംഭവത്തിലൂടെ നമ്മൾ കാണുന്നൊരു കാര്യം. നമുക്കറിയാം ഓരോരു മൊത്തത്തിൽ സമസ്തയുടെ തിരുത്തുകൾ നമുക്ക് ആശ്വാസകരമാണ്, അല്ലെങ്കിൽ അവർ തിരുത്തന്നെയാണ് വേണ്ടത്. അവരെല്ലാ കാര്യങ്ങളിലും ആ തിരുത്ത് വരികയും അവർ മെല്ലെ മെല്ലെ അഹ്ലുസുന്നയുടെ പാതയിലേക്ക് തിരിച്ചു വരാൻ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്ന ആളുകളാണ്, മദ്രസ സംവിധാനം എതിർത്തിരുന്ന ആളുകളാണ്, യത്തീംഖാനകൾ തുടങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞ ആളുകളാണ്, ഖുർആൻ പഠിക്കാനോ അതിൻ്റെ പരിഭാഷ ഇറക്കാനോ ഫാത്തിഹ പോലും അതിൻ്റെ അർത്ഥം പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ആളുകളാണ്, സ്ത്രീകൾ കഴിയെഴുത്ത് പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ആളുകളാണ്. അതേപോലെ തന്നെ സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതിനെ വളരെ ശക്തമായി എതിർക്കുകയും വിമർശിക്കുകയും ചെയ്ത ആളുകൾ. അതിന് കുറച്ചൊരു അയവ് വന്ന് ഇപ്പോൾ യാത്രക്കാർക്ക് പോകാം, അതൊന്നും പ്രശ്നമില്ല, അല്ലെങ്കിൽ ഫത്വ ചോദിക്കാൻ പോകാം എന്നൊരു ചെറിയൊരു നിലപാട് അയവ് വന്നു ഇങ്ങനെ മെല്ലെ മെല്ലെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ സ്ത്രീധനത്തെ ശക്തമായി ന്യായീകരിച്ചിരുന്ന ആളുകൾ ഇപ്പോൾ നേരെ വിമർശിക്കാൻ തുടങ്ങി, സ്ത്രീധനം പാടില്ല എന്ന് പറഞ്ഞാൽ. ഇതൊക്കെ ഇങ്ങനെ എടുത്ത് ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്കറിയാം മാല മൗലൂദുകൾ ചൊല്ലിക്കൊണ്ടിരുന്നു, ഇപ്പോൾ അതിനൊക്കെ ഇങ്ങനെ കുറഞ്ഞു വന്നു. ഇപ്പോൾ അവസാനമായിട്ട് ഈ കറാമത്ത് കഥകളിലും ഒരു പരിധിയുണ്ട്. അതങ്ങനെ യഥേഷ്ടം ആർക്കും സംഭവിക്കുന്നൊരു കാര്യമല്ല, അതങ്ങനെ അതിർവരമ്പുകളില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന ഒന്നല്ല എന്ന് പറഞ്ഞ് അവർ യൂട്ടേൺ അടിച്ച് മെല്ലെ മെല്ലെ അവർ സുന്നിയുടെ പാതയിലേക്ക് വരുന്ന ആശ്വാസകരമാണ്, സന്തോഷകരമാണ്. അവർ വരുന്നതാണ് വേണ്ടത്. ഇതേപോലെ അവരുടെ വിശ്വാസ കാര്യങ്ങളിൽ സംഭവിച്ച ചില മാറ്റങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വേറെ കാര്യം എന്താ വെച്ചാൽ ഷിർക്ക് മുസ്ലിം ഉമ്മത്തിൽ സംഭവിക്കുകയില്ല എന്നൊരു കുറേ കാലം പ്രസംഗിച്ചിരുന്നു. കാരണം നമ്മൾ പറയും ഖബറിൽ പോയി അവിടെ പോയി ആരാധിക്കൽ ഷിർക്കാണ്, അവിടെ പോയി സുജൂദ് ചെയ്യൽ ഷിർക്കാണ്, നിങ്ങൾ മാലകളിൽ മൗലൂദുകളിൽ ഷിർക്കുണ്ട്, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ഷിർക്കിൻ്റെ പ്രതീകങ്ങളാണ്. ഈ ഉറുക്ക് കെട്ടുന്നത്, ഏലസ് കെട്ടുന്നത്, പിന്നെ ഇങ്ങനെയുള്ള ഉറൂസുകൾ, നേർച്ചകളൊക്കെ നമ്മളിങ്ങനെ എണ്ണി പറയുമ്പോൾ മുസ്ലിം ഉമ്മത്തിൽ ഷിർക്ക് സംഭവിക്കില്ല. അവസാന കാലഘട്ടം വരെ ഷിർക്ക് സംഭവിക്കാൻ പോകുന്നില്ല, ബാക്കി എല്ലാ തെറ്റും സംഭവിക്കും, ഷിർക്ക് സംഭവിക്കില്ല എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കുരുവട്ടൂരികൾ എന്ന് അവർ വിളിക്കുന്ന, അല്ലെങ്കിൽ അവർ ഇടയിൽ ഒരു പ്രശ്നക്കാരായി വന്ന ഈ ഔഷാദ് ഹസനിൻ്റെ ഒരു ടീം ഇവരിങ്ങനത്തെ വാദങ്ങൾ ഉന്നയിച്ചപ്പോൾ അത് ഷിർക്കാണ്, അത് കുഫറാണ്, അപ്പോൾ ഇത് കുഫർ സംഭവിക്കുന്ന ഇപ്പോൾ ഷിർക്ക് സംഭവിക്കും, ഇത്രയും കാലം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരുന്ന ആളുകൾ
എന്താണോ മുജാഹിദ് പ്രസ്ഥാനം പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത് ആ ഭാഗത്തേക്ക് മെല്ലെ വന്നിരിക്കുന്നു ഇവർ. അതേപോലെ തന്നെ ശിർക്ക് സംഭവിച്ച ആളുകളൊക്കെ മുശ്രിക്കാണ്, അതുകൊണ്ട് അവരെ മക്കളെ കെട്ടാൻ പാടില്ല, വിട്ടു നിൽക്കണം, സലാം പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന ആളുകൾ ഇപ്പം എന്ത് ചെയ്യുന്നു? ശിർക്ക് ചെയ്യുന്നു. പക്ഷേ നൗഷാദിനെ ഇവർ മുശ്രിക്കെന്ന് വിളിക്കണില്ല. നൗഷാദിന് കുഫർ സംഭവിക്കുന്നുണ്ട്, പക്ഷേ കാഫിർ എന്ന് വിളിക്കണില്ല. അപ്പോൾ അങ്ങനെയും ഉണ്ട്. ശിർക്ക് സംഭവിക്കുന്ന ആളായാൽ പോലും മുശ്രിക്കെന്ന് വിളിക്കണ്ട, കുഫർ സംഭവിച്ചാൽ പോലും കാഫിർ എന്ന് പറയണ്ട, അത് പറയാൻ അധികാരം നമുക്കില്ല എന്ന് മുജാഹിദ് പ്രസ്ഥാനം പറയുമ്പോൾ അതെങ്ങനെ നിങ്ങൾ മുശ്രിക്ക് എന്ന് പറയണം, നിങ്ങൾ കാഫിർ എന്ന് പറയണം എന്ന് നമ്മളെ ചോദ്യം ചെയ്ത ആളുകൾ ഇന്ന് അവരിലെ കള്ളത്തൊരീക്കത്തുകളിൽ ഈ ഷിർക്കുണ്ട്, കുഫറുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടും ഇവർ ആ ത്വരീക്കത്തുകാർ കാഫിറുകളാണ്, ഇവർ മുശ്രിക്കുകളാണ് എന്ന് പറയുന്നില്ലല്ലോ. അപ്പോൾ എന്താ? അവർ എല്ലാ അടിസ്ഥാനപരമായ കാര്യങ്ങളിലും മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ മുൻപ് പഠിപ്പിച്ചിരുന്ന അഹ്ലുസുന്നയുടെ ശരിയായ ആശയത്തിലേക്ക് അവർ മെല്ലെ മെല്ലെ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ അത് നമ്മൾ അവരുടെ ഒരു മൊത്തത്തിൽ അവരുടെ ഒരു പ്രസംഗങ്ങൾ, അവരുടെ ക്ലിപ്പുകൾ അല്ലെങ്കിൽ അവരുടെ സംസാരങ്ങളും എഴുത്തുകളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർ മെല്ലെ മെല്ലെ നമ്മുടെ ഒരു ആശയത്തിലേക്ക് വരുന്നുണ്ട്. അത് വളരെ പണ്ഡിതന്മാരടക്കം ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ നബിദിനം എന്ന വിഷയത്തിൽ എടുത്തു നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം, ലൈലത്തുൽ ഖദറിനേക്കാളും നബിദിനത്തിന് പവറുണ്ട്, ആ ദിവസത്തിന് ശ്രേഷ്ഠതയുണ്ട് എന്ന് വളരെ വ്യാപകമായി ഇപ്പോഴും പ്രചരിപ്പിക്കുന്നതാണ്. എന്നാൽ അതിൽ ചില പണ്ഡിതന്മാരെങ്കിലും അത് തിരുത്തി പറഞ്ഞു, അങ്ങനെ പറയാൻ പാടില്ല, അത് കുറച്ച് ഓവർ പറച്ചിലാണ് എന്ന് വളരെ അപൂർവം ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിന് കുറച്ചുകൂടി വ്യാപകമാകണം, എല്ലാവരും അത് പറയണം, അങ്ങനെ മൊത്തത്തിൽ ആ തിരുത്തു വരണം. അങ്ങനെ ഓരോ ചെറിയ കാര്യങ്ങളിലും അവർ മെല്ലെ മെല്ലെ മാറ്റം വന്ന് നമ്മൾ അഹ്ലുസുന്നയുടെ പാതയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഇനി അവർ തിരുത്തേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അവസാനിപ്പിക്കാം. അതെന്താ വെച്ചാൽ ഇലാഹ് എന്ന് വിശ്വസിച്ചാലേ, സ്വമതി എന്ന് വിശ്വസിച്ചാലേ, ഖാലിക്കാണ് സൃഷ്ടാവാണ് എന്ന് വിശ്വസിച്ച് സഹായം തേടിയാലേ ശിർക്കാവുകയുള്ളൂ, അല്ലാത്ത ശിർക്കാവുകയില്ല എന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതും ഇനി തിരുത്തേണ്ട ഒരു വാദമാണ്. കുറേ കാര്യങ്ങൾ അവർ തിരുത്തിയല്ലോ, അപ്പോൾ അവർ തിരുത്തുമെന്നേ നമ്മൾ വിചാരിക്കുന്നത് ഇതുപോലെയുള്ള പ്രസംഗങ്ങളിലൂടെ അല്ലെങ്കിൽ എഴുത്തുകളിലൂടെ അവർ നമ്മുടെ നാടുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഓരോ മനുഷ്യരെയും കണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരും പ്രബോധകന്മാരും പണ്ഡിതന്മാരും ഒക്കെ സംസാരിച്ചതിൻ്റെ ഭാഗമായി കുറേ കാര്യങ്ങൾ അവർ തിരുത്തു വന്നിട്ടുണ്ടെങ്കിൽ ഇനി തിരുത്തേണ്ട ഒരു ഭാഗം എന്താ വെച്ചാൽ, ഷിർക്ക് സംഭവിക്കണമെങ്കിൽ ഒരു സഹായ തേട്ടം ആരാധനയായി മാറണമെങ്കിൽ അവരുടെ അടിസ്ഥാനം എന്താ വെച്ചാൽ ആ ആരാധിക്കപ്പെടുന്ന വ്യക്തി ഒരു ഇലാഹാണ് എന്ന് വിശ്വസിക്കണം, ഒരു സമതാണ് എന്ന് വിശ്വസിക്കണം, അല്ലെങ്കിൽ ഒരു ഖാലിക്കാണ് സൃഷ്ടാവാണ് എന്ന് വിശ്വസിക്കണം, എന്നാലേ ഷിർക്കാകുള്ളൂ. മുജാഹിദ് പ്രസ്ഥാനം അതല്ല പറഞ്ഞത്. മുജാഹിദ് പ്രസ്ഥാനത്തിന് കൃത്യമായ നയമുണ്ട്, അതിന് കൃത്യമായ നിർവചനമുണ്ട്, അതിന് കൃത്യമായ ആശയങ്ങളുണ്ട്, പഠിപ്പിക്കാറുണ്ട്. ഇവിടെ അതിലേക്ക് കൂടി ഇനി ഒരു എന്ത് ചെയ്യണം, മെല്ലെ വരാനുണ്ട്. ആ ഒരു കാര്യം കൂടി അവർ തിരുത്തി വന്നാൽ ഒരു പകുതി മുക്കാലും അവർ റെഡിയായി. പിന്നെ കുറച്ച് കുറച്ച് അനാചാരങ്ങൾ കുറച്ച് ബാക്കിയുണ്ടാവും, മെല്ലെ മെല്ലെ അവർ വരും എന്ന് തന്നെയാണ്. അതിനർത്ഥം നാളെ എല്ലാവരും കൂടി വന്നിട്ട് ഇവിടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വന്ന് മെമ്പർഷിപ്പ് എടുക്കണം എന്നല്ല നമ്മൾ പറയുന്നത്. അവർ ആശയങ്ങൾ തിരുത്തിയാൽ മതി, അവർ യഥാർത്ഥ അഹ്ലുസുന്നയിലേക്ക് വരണം. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും അതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടതും. അതിനാണ് ഈ നിരന്തരം പ്രബോധനം ചെയ്യുന്നത്. ഇത് നമുക്കൊരു ആശ്വാസകരമായ കാര്യമാണ്. ഇപ്പോൾ നമ്മൾ കണ്ട ക്ലിപ്പുകളൊക്കെ പേരുദ്റഹ്മാൻ സഖാഫിയെ നമുക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ഓക്കെ, ജസാക്കുമുല്ലാഹു ഖൈറ. സെൽഫ് ഇതിലേക്ക് എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത്? അതേപോലെ തന്നെ ചോദിക്കാനുള്ളത്, ഇത്തരം കഥകൾ പ്രചരിപ്പിക്കുമോ? ഓരോ പുട്ടിന് തേങ്ങ കിട്ടണ ഓരോ സീസണിലും ഇങ്ങനെ കഥകൾ, ഡസൻ കണക്കിന് കഥകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അവരെന്താണ് ഉദ്ദേശിക്കുന്നത്? എന്തായാലും അള്ളാഹിലേക്കും ഖുറാനിലേക്കും വിളിക്കാന്നല്ലോ, എന്താണ് അവരുടെ ഉദ്ദേശം? ഈ സംസ്ഥയുടെ അതേപോലെ തന്നെ ത്വരീഖത്തുകളുടെ ഒക്കെ സൂഫിസത്തിൻ്റെയൊക്കെ ബേസ് എന്ന് പറഞ്ഞാൽ തന്നെ ഇങ്ങനെ ഇല്ലാത്ത കഥകളും മായാവി കഥകളും ഒരിക്കലും ഒരു മുസ്ലിമിന് സ്വരീഹലാക്കൽ, ഒരു ശരിയായ ഒരു ബുദ്ധിയുള്ള ആൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കുറേ സംഗതികൾ പറഞ്ഞുണ്ടാക്കുക, ഊതിയുറപ്പിച്ച് പറഞ്ഞുണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് പറഞ്ഞ് ഈ പറയപ്പെട്ട പേരോട് ഉസ്താദും അതേപോലെ തന്നെ ഇവരൊക്കെ തന്നെ പഠിപ്പിച്ച ഓരോ ശിഷ്യന്മാരാണ് ഇപ്പോൾ ഈ പറഞ്ഞ് ഒരു ലക്കും ലഗാനും ഇല്ലാതെ പറഞ്ഞിരുന്ന അവസ്ഥ ഉണ്ടായത്. അപ്പോൾ തന്നെ ഇവർക്കത് കൈക്കുന്നു പോയി എന്നുള്ളൊരവസ്ഥയിലാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവരെന്ത് ചെയ്യുന്നത്, അവർ പിന്നെ ഇങ്ങനെ പറയാൻ പാടില്ല. അപ്പോൾ നേരത്തെ മുമ്പ് ചോദിച്ച പോലെ തന്നെ അതിൻ്റെ പരിധി എന്താണ്, എത്ര വരെ പറയാം, എത്ര വരെ പറയാൻ പറ്റില്ല. ഇപ്പോൾ സി എം മടവൂരിനെ കുറിച്ച് മുദബ്ബിറുൽ ആലം എന്ന് ഒരാൾ പറഞ്ഞു, ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന ആളാണ്. അപ്പോൾ വേറൊരുത്തും പറഞ്ഞു പടച്ചോൻ തന്നെയാണ്. സി എം ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും പടച്ചോൻ തന്നെയാണ്. അത് വേറൊരു മുരീദ് അങ്ങനെ പറഞ്ഞു. അപ്പോൾ പേരോട് പറയണത് എന്ത്, മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞുകൂടാ, ഒരു പഞ്ചായത്തൊക്കെ നിയന്ത്രിക്കുന്ന ആൾ എന്ന് പറയാം, മുദബ്ബിർ പഞ്ചായത്ത് എന്ന് പറയാം. ഇങ്ങനെ എന്തിനാണ് ഈ ചർച്ച? ഫിക്കിയായ ഏതെങ്കിലും മസലയിലാണ്? അല്ല, ഇവരുടെ അഖീദയുടെ ഏറ്റവും അടിസ്ഥാനപരമായ വിഷയത്തിലാണ് ഇവരുടെ ഈ ഇപ്പോഴും നിലപാട് വ്യക്തമാക്കാൻ പറ്റാത്ത ഒരു ദുരവസ്ഥയിൽ, ഒരു അപജയത്തിൽ ഒരു പെട്ടുപോയിട്ട്. എന്തിനാണ് സമസ്ത ഉണ്ടായത്? മഹാന്മാരായ ആളുകൾ വിളിച്ച് പ്രാർത്ഥിക്കുവാനും അതേപോലെ തന്നെ മനുഷ്യക്കെ ബദരീങ്ങളെന്ന് വിളിക്കാനാണ്, ഞങ്ങൾക്ക് ബദരീങ്ങളാണ് കൊണ്ടെടുക്കാനാണെന്നാണ് അവർ സമസ്ത ഉണ്ടായതെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇവരുടെ ആദർശത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാമ്പിൽ പോലും ഇപ്പോഴും ഇവരെന്താക്കുകയാണ്,
ഇവരെ ഒരു നൂറ്റാണ്ട് 100 വർഷത്തെ പാരമ്പര്യം അവകാശപ്പെട്ട് അല്ലെങ്കിൽ അതിലപ്പുറമുള്ള പാരമ്പര്യം അവകാശപ്പെട്ട് രണ്ട് സംസ്ഥക്കാരും സമ്മേളന പ്രഖ്യാപനമൊക്കെ നടക്കുമ്പോഴും ഇവരുടെ ആക്കിയതയും വിശ്വാസവും തീരുമാനമായിട്ടില്ല. ഇവിടെ ചോദിച്ചത് എന്തിനാണ് ഇവരിത് പറയുന്നത്? അത് ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഇവരുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ തന്നെ ചൂഷണം ചെയ്യുക എന്നുള്ളതാണ്. സാമ്പത്തികമായും അതേപോലെ തന്നെ മനുഷ്യൻ്റെ വിശ്വാസവും അത് മലിനമാക്കുക, ചൂഷണം ചെയ്യുക എന്നുള്ളതാണ് ഈ പറയപ്പെട്ട സൂഫിസത്തിൻ്റെ അടിസ്ഥാനം. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദർജയിലേക്ക് എന്തിനും കഴിവുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല കണക്കില്ലാതെ കഴിവ് കൊടുക്കും. അതുകൊണ്ട് മക്കളെ തരാനും ജീവിപ്പിക്കുവാനും മരിപ്പിക്കുവാനും എന്തിനും കഴിവുണ്ട്. ഇപ്പം നമുക്കറിയാം, കൊളത്തൂർ ഒരു ഷെയ്ഖ് പറഞ്ഞതനുസരിച്ച് ഒരു മരണപ്പെട്ട ഒരാൾ, ഒരു കുടുംബം ഏകദേശം 3 മാസക്കാലം പുഴുവരിക്കുന്ന ശരീരം കൊണ്ടിടുന്നു. ആരും അറിയാതെ സുഗന്ധങ്ങളും അതേപോലെ തന്നെ അത്രയൊക്കെ പൂശിയിട്ട് ഏകദേശം 90 ദിവസം വീട്ടിൽ റൂമിൽ സൂക്ഷിച്ചു. അപ്പോൾ ഷെയ്ഖ് പറഞ്ഞു കൊടുത്തെന്ത്? ഇവിടെ മറമടക്കേണ്ട ജീവൻ വരും. അപ്പോൾ ജീവിപ്പിക്കാനും മരിപ്പിക്കാനും കുട്ടിയെ ആണാക്കാനും കുട്ടിയെ പെണ്ണാക്കുവാനും അതേപോലെ തന്നെ ലോകം നിയന്ത്രിക്കാനും എന്ത് പ്രയാസങ്ങൾ അത് നീക്കുവാനൊക്കെ ഈ ഷെയ്ഖുമാർക്ക് കഴിവുണ്ട്. ഈ ഷെയ്ഖുമാരോട് പറഞ്ഞാൽ മതി. അപ്പോൾ ആ ഷെയ്ഖുമാർ കിടക്കുന്ന സ്ഥലങ്ങൾ, ജാറങ്ങൾ, മക്ബറകൾ, അവിടെ സമ്പത്തുണ്ടാക്കാൻ കഴിയും. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചുള്ള കാര്യമാണ്. യാ അയ്യുഹല്ലദീന ആമനു ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വർ-റഹ്ബാനി ലാ യഅകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ. അള്ളാഹ് നിർത്തിയില്ല, വയസുദ്ദൂന അൻ സബീലില്ലാഹ്. വിശ്വാസികളെ, പണ്ഡിത പുരോഹിതന്മാരിൽപ്പെട്ട പല ആളുകളും അധിക പേരും നിങ്ങളുടെ സമ്പത്ത് അന്യായമായി തിന്നോട്ടെ, സമ്പത്തല്ലേ പോട്ടെ എന്ന് വിചാരിക്കാം. പക്ഷേ അതിലൊതുങ്ങുന്നില്ല. വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ സിറാത്തുൽ മുസ്തഖീമിൽ നിന്നും നിങ്ങളെ തെറ്റിക്കുകയും ചെയ്യുന്നു. അതാണ് ജൂത പണ്ഡിതന്മാരും ജൂത റബ്ബിമാരും അതേപോലെ തന്നെ ക്രിസ്ത്യ പുരോഹിതന്മാരും ചെയ്തത്. അതേ ദാവയാണ്, അതേ പണിയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇവരുടെ അസിലാണ്. ഇത് അവർക്ക് മാറ്റാൻ ഒരിക്കലും പറ്റൂല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഇവരെന്തെല്ലാം പറഞ്ഞു, ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജർമ്മനിയിൽ വന്ന് ഓപ്പറേഷൻ നടത്തിപ്പോയി. അത് ഇവരുടെ നേതാക്കന്മാർ പറയണതല്ലേ. ഇവർ ഇങ്ങനെ എന്തെല്ലാം ഇവിടെ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്. മാല കിതാബുകൾ വായിച്ചു നോക്കുകയാണെങ്കിൽ, ഇന്നിപ്പോൾ പേരോട് പറഞ്ഞ പോലെയാണെങ്കിൽ മാല കിതാബുകൾ ഓതാൻ പറ്റുമോ? അതാണ് പിന്നെ നൗഷാദ് ഹസന് ചോദിക്കുന്നത്. ഈ ഫൈഷിഖിൻ്റെ മാല ഓതാൻ പറ്റുമോ? മുദീഷിഖിൻ്റെ മൗലൂദ് ഓതാൻ പറ്റുമോ? അതുപോലെ കുത്തുബിയത്ത് ഓതാൻ പറ്റുമോ? എന്തെല്ലാമാണ് അതിലുള്ളത്? ഇതിൻ്റെ മുരീദാരും നരകത്തിലേക്ക് അതും മലക്ക് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ എങ്ങനെ പറഞ്ഞു? മലക്കുകൾ, ഇപ്പോൾ ഇവിടെ മലക്ക് വന്നതിനെ കുറിച്ചാണ് വലിയ ചർച്ച. ഇവിടെ എന്തെല്ലാം ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ മലക്ക് വന്നതും അതേപോലെ തന്നെ അസ്രായിൽ വന്നതും ഒക്കെ മാല കിതാബുകളില്ലേ സംസാരിച്ചു, ഒരു ഷെയ്ഖുമാരോട് പറഞ്ഞു ഒക്കെ അല്ലേ. പിന്നെ ഇതിൽ നമ്മൾ പറയേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ CM മടവൂരിന് മലക്ക് വരുന്നു, സംസാരിക്കുന്നു, മനസ്സിലാകുന്നു. ഇവിടെ മറിയം ബീവിൻ്റെ അടുത്ത് മലക്ക് വന്നു. മറിയം ബീവിൻ്റെ അടുത്തേക്ക് ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ മലക്ക് വന്നിട്ട് ലി അഹബലക്കി ഉലാമൻ സക്കിയ, ഞാൻ ഒരു കുഞ്ഞിനെ തരാൻ വേണ്ടി വന്നതാണ്. ഒറ്റയ്ക്കിരിക്കുന്ന ഒരു പ്രായപൂർത്തിയായ ഒരു പെണ്ണ് ഒറ്റയ്ക്കിരിക്കുന്നിടത്ത് വന്നിട്ട് ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ വന്നിട്ട് പറയാം, ഞാൻ എനിക്കൊരു കുഞ്ഞിനെ തരാൻ വേണ്ടി വന്നതാണ്. മറിയം ബീവി പേടിക്കുകയാണ്. ഇനി ഔദു ബിർ റഹ്മാനി മിൻക ഇൻ കുൻത തഖിയ, ഞാൻ പടച്ചവനെ പേടിക്കുകയാണ്, ഇതിൻ്റെ അടുത്തേക്ക് വരല്ലേ. അപ്പോൾ മറിയം ബീവിക്ക് മനസ്സിലാണില്ല ഇത് മലക്കാണെന്ന്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനത്തെ പള്ളിയിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ദർസെടുക്കുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യൻ്റെ കോലത്തിൽ വരും. അപ്പോൾ അവിടെ ആരൊക്കെയുണ്ട്? ഈ എല്ലാ സഹാബികളുണ്ട്. ഒരാൾക്കും മനസ്സിലാണില്ല. അപ്പോൾ അതിനേക്കാളൊക്കെ മുകളിലാണ് ആര്? CM മടവൂർ. അബൂബക്കർ റളിയല്ലാഹുവിനേക്കാളും ഉമർ റളിയല്ലാഹുവിനേക്കാളും മുകളിലാണ്. കാരണം CM മടവൂരിന് മനസ്സിലാകുന്നുണ്ട്. ഒരു മുമ്പിലടക്കുന്നു, പിന്നിലടക്കുന്നു, ചായ എടുക്കുന്നു, പരിപ്പടം നിന്നു, അതിൻ്റെ കട്ടൻ ചായ കുടിക്കുന്നു. ആര്? ജിബ്രീലിനായിട്ട്, മീക്കായിലിനായിട്ട്, ഇസ്രാഫീലിനായിട്ട് അവർക്ക് പരസ്പരം മനസ്സിലാവുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ താഴെയാണ് ആര്? സാബത്തിനൊന്നും മനസ്സിലാണ് ഇത് ആരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹി സ്വലം പോയതിന് ശേഷം ഉമറെ ആരാന്തറിയോ? ഇല്ല, അറിയില്ല റസൂലെ. അത് ജിബ്രീൽ അത്താക്കും അല്ലിമക്കും ദീനക്കും, നിങ്ങളുടെ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി വന്നു. അപ്പോഴാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആണെന്ന് എന്ന് ലോകത്തിൻ്റെ റസൂൽ ഈ ഉമ്മത്തിൽ 1ാം റാങ്കുകാരായ 2ാം റാങ്കുകാരനായ അബൂബക്കർ റളിയല്ലാഹു ഉമർ റളിയല്ലാഹു മനസ്സിലാകുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞു, അപ്പോൾ അവർക്ക് പോലും അറിഞ്ഞില്ല. മറിയം ബീവിക്ക് അറിഞ്ഞു. ഇസ്ലാം പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ബീവിമാരായിട്ടുള്ള ആളുകളെ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും മാതൃകയായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ആമനു ഇംറഅത ഫിർഔൻ എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ മറിയം ബീവിനെ കുറിച്ച് പറഞ്ഞു. അവർക്കൊന്നും മനസ്സിലാകണില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ അവരെക്കാൾ മുകളിലാണ്. അപ്പോൾ ഈ മഹാന്മാരാണ് അവർക്ക് ഒരുപാട് കഴിവ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവരുടെ ജാരങ്ങളിലേക്കും മക്കബറിലേക്കും കൊണ്ടുപോയി വിശ്വാസവും സമ്പത്തും ചൂഷണം ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ അസിൽ. അത് കാലം തുടർന്നുകൊണ്ടിരിക്കുന്നു. മാറ്റമുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് സ്വാഗതാർഹമാണെന്നാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ജസാക്കുമുല്ലാഹു ഖൈറ. അൽഹംദുലില്ലാഹ് ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ അത് നമുക്ക് ശരിയായ ദീനിലേക്ക് നയിക്കാനുള്ള കാരണങ്ങളായി കണ്ട് പ്രമാണങ്ങൾ എന്ത് പഠിപ്പിച്ചോ, ഇസ്ലാം എന്ത് പഠിപ്പിച്ചോ അതനുസരിച്ച് ജീവിക്കാൻ, പ്രമാണങ്ങളുടെ തണലിലിരുന്ന് ഇസ്ലാം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇത്തരം ചർച്ചകൾ അതിലേക്ക് നമുക്ക് വഴി തുറക്കേണ്ടതുണ്ട്.
അത്തരം തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, ഈ ഇന്നത്തെ പ്രൂഫ് പോയിൻറ്റിൻ്റെ ഈ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. നമ്മോടൊപ്പം ഇതുവരെ ചേർന്ന ഉസ്താദുമാരായ ഡോക്ടർ ഷുറൈ സൽഫി, അതോടൊപ്പം മുസ്താഖ് അലൈക്കുമി എന്നിവർക്ക് നന്ദി അറിയിക്കുകയാണ്. ജസാക്കുമുല്ലാഹു ഖൈറ. മറ്റൊരാഴ്ച മറ്റൊരു വിഷയങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയിൽ വിടവാങ്ങുകയാണ്. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.